ഏതായാലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് നിലമ്പൂർ തയ്യാറെടുക്കുമ്പോൾ എന്താണ് മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യമെന്ന് നമുക്ക് പരിശോധിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ മുൻതൂക്കം ആർക്കൊക്കെയാണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിച്ചാൽ നിലമ്പൂരിൽ ആകെയുള്ളത് 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നഗരസഭയിലെ വോട്ടുകൾ ഉൾപ്പെടെ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. UDF 5 പഞ്ചായത്തുകളിൽ ഭരണം കൈയാളുമ്പോൾ LDFന് 2 പഞ്ചായത്തുകളാണ് ഉള്ളത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നിലമ്പൂർ നഗരസഭ ഭരിക്കുന്നതും LDF തന്നെയാണ്. ഇനി നമുക്ക് പരിശോധിച്ചാൽ ഓരോ സാഹചര്യവും ഓരോ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകളും ആരൊക്കെയാണ് ഭരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വഴിക്കടവ് പഞ്ചായത്ത് അത് ഭരിക്കുന്നത് UDF ആണ്. എടക്കരയും UDFന്റെ കയ്യിലാണുള്ളത്. ചുങ്കത്തറ UDFന്റെ കയ്യിലാണുള്ളത്. കരുളായി UDFന്റെ കയ്യിലാണുള്ളത്. മൂത്തേടവും UDFന്റെ കയ്യിലാണുള്ളത്. അങ്ങനെ 5 പഞ്ചായത്തുകളുടെ ഭരണം UDFന്റെ കയ്യിലാണുള്ളത്. 7 പഞ്ചായത്തുകളിൽ 5 എണ്ണം വഴിക്കടവ്, എടക്കര, ചുങ്കത്തറ, കരുളായി, മൂത്തേടം ഈ പഞ്ചായത്തുകളെല്ലാം തന്നെ UDFന്റെ കയ്യിലാണുള്ളത്. ഇനി LDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിർണായകമാകുന്നത് വഴിക്കടവ്, എടക്കര, ചുങ്കത്തറ, കരുളായി, മൂത്തേടം ഈ 5 പഞ്ചായത്തുകളും UDFന് തന്നെയാണ് അനുകൂലമായി നിൽക്കുന്നത്. LDF ഭരിക്കുന്നത് പോത്തുകല്ല്, അമരമ്പലം എന്നീ പഞ്ചായത്തുകൾ. ഒപ്പം നിലമ്പൂർ നഗരസഭയും LDFന്റെ കയ്യിൽ തന്നെയാണ്. ഇത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ 5 പഞ്ചായത്തുകൾ UDFന്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നഗരസഭയിലെ ഉൾപ്പെടെ വോട്ടുകൾ അൻവർ LDFൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് ഏത് രീതിയിലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന് അറിയേണ്ടതുണ്ട്. ഇനി നമുക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം കൂടി നോക്കിയാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വോട്ടുനില പരിശോധിച്ചാൽ അന്ന് PV അൻവർ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം വിജയിച്ചത് അദ്ദേഹത്തിന് ലഭിച്ചത് 81,227 വോട്ടാണ്. അതായത് ആകെയുള്ള വോട്ടിന്റെ 46.9% വോട്ടും LDF സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവറിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി PV അൻവറിനെതിരെ UDF സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് ലഭിച്ചു എന്ന് നോക്കാം. VV പ്രകാശാണ് അന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹം DCC പ്രസിഡന്റായിരുന്നു. 78,527 വോട്ടാണ് അന്ന് VV പ്രകാശിന് ലഭിച്ചത്. അതായത് 45.34% നേരിയ മുൻതൂക്കത്തിലാണ് അന്ന് LDF സ്ഥാനാർത്ഥിയായി PV അൻവർ വിജയിക്കുന്നത്. 2021 ഇരു മുന്നണികൾക്കുമെതിരെ NDA സ്ഥാനാർത്ഥിയായി നിന്ന് TK അശോക് കുമാറാണ്. അദ്ദേഹത്തിന് 8,595 വോട്ടാണ് ലഭിച്ചത്. അതായത് കേവലം 4.96%. അതായത് BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ 4.96% വോട്ടാണ് അന്ന് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. നമുക്ക് അറിയാവുന്നതുപോലെ 2021 PV അൻവറിനായിരുന്നു വിജയം. എന്നാൽ 2016 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയുന്നതാണ് കണ്ടത്. 2,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് അൻവർ വിജയിച്ചത്. 2016 അൻവർ നേടിയത് 11,504 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു എന്ന് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ആകെയുള്ള 7 പഞ്ചായത്തുകളിൽ 5 എണ്ണം UDFന്റെ കയ്യിലാണ്, 2 എണ്ണം LDFന്റെ കയ്യിലാണ്. നിലമ്പൂർ നഗരസഭയും LDFന്റെ കയ്യിലാണ്. ഇപ്പോൾ PV അൻവർ മറുപാളയത്തിലെത്തിയതോടുകൂടി എങ്ങനെയായിരിക്കും ഈ വോട്ടുകൾ മാറി മറിയുക എന്നത് നിർണായകമാണ്. വ്യക്തി വോട്ടുകൾ, സ്വതന്ത്ര വോട്ടുകൾ ഇതൊക്കെ തന്നെ എങ്ങനെയായിരിക്കും മുന്നണികളെ സ്വാധീനിക്കുക എന്നതുകൂടി അറിയണം. ഒപ്പം ക്രിസ്തീയ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ അത് എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്